പണ്ട് ഒരിടത്ത് തിരക്കേറിയ ഒരു നഗരത്തിൽ ധനികനായ ഗോവിന്ദൻ എന്നൊരു വ്യാപാരി ജീവിച്ചിരുന്നു. പട്ടുതുണികളുടെയും രത്നങ്ങളുടെയും വലിയൊരു വ്യാപാരം അയാൾക്കുണ്ടായിരുന്നു. ധാരാളം പണവും സ്വർണവും വലിയൊരു വീടും അയാൾക്ക് സ്വന്തമായിരുന്നു. എന്നാൽ ഗോവിന്ദന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ശൂന്യത അനുഭവപ്പെട്ടു. കൂടുതൽ നേടാനുള്ള ആർത്തി അയാളെ രാവും പകലും വേട്ടയാടിക്കൊണ്ടിരുന്നു. തനിക്കുള്ള സമ്പാദ്യം മതിയാവോളം ഇല്ല എന്ന ചിന്ത അയാളെ അലട്ടി. ഒരു വൈകുന്നേരം ഗോവിന്ദൻ തന്റെ വലിയ മാളികയുടെ പൂമുഖത്തിരിക്കുമ്പോൾ അവിടുത്തെ ചെറിയ തെരുവിലൂടെ ഒരു സന്യാസി നടന്നുപോകുന്നത് കണ്ടു. സന്യാസിക്ക് യാതൊരു ഭാരവുമില്ലാത്തതുപോലെ ശാന്തനായി നടക്കുന്നു. കീറിപ്പഴകിയ ഒരു കാഷായ വസ്ത്രവും ഒരു ഭിക്ഷാപാത്രവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. എങ്കിലും ആ മുഖത്തൊരു തെളിഞ്ഞ പുഞ്ചിരി വിരിഞ്ഞുനിന്നു. ഗോവിന്ദന് ഇത് അത്ഭുതമായി തോന്നി. ഇത്ര ദരിദ്രനായിട്ടും ഈ മനുഷ്യൻ എങ്ങനെ ഇത്ര സന്തോഷവാനായിരിക്കുന്നു? ഞാനാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ടായിട്ടും ദുഃഖിതനാണ് എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു. അയാൾ വേഗം താഴെയിറങ്ങി സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. വിനയത്തോടെ അയാൾ ചോദിച്ചു, അങ്ങ് എങ്ങനെ ഇത്ര സന്തോഷത്തോടെയിരിക്കുന്നു? ഭൗതികമായ യാതൊന്നുമില്ലല്ലോ അങ്ങയുടെ പക്കൽ. എനിക്കാണെങ്കിൽ കണക്കില്ലാത്ത സമ്പത്തുണ്ട്. പക്ഷേ എന്റെ ഹൃദയം എപ്പോഴും അസ്വസ്ഥമാണ്. സന്യാസി ഗോവിന്ദനെ സ്നേഹത്തോടെ നോക്കി. മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മകനെ, നീ തെറ്റായ സ്ഥലത്താണ് സന്തോഷം അന്വേഷിക്കുന്നത്. സന്തോഷം നിന്റെ പണപ്പെട്ടിയിലോ നിന്റെ വീടിന്റെ ചുവരുകളിലോ അല്ല കുടികൊള്ളുന്നത്. അത് നിന്റെ ഉള്ളിലാണ്. എന്റെ ഉള്ളിലോ? ഗോവിന്ദൻ സംശയത്തോടെ ചോദിച്ചു. അതെങ്ങനെയാണ്? സന്യാസി വിശദീകരിച്ചു. നോക്കൂ, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനമില്ല. ഒരു പുഴ പോലെയാണത്. ഒഴുകിക്കൊണ്ടേയിരിക്കും. എത്ര വെള്ളം ഒഴുകിയെത്തിയാലും അതിന്റെ ദാഹം തീരില്ല. അതുപോലെയാണ് കൂടുതൽ നേടാനുള്ള നിന്റെ ആഗ്രഹവും. നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും നിന്റെ ഹൃദയത്തെ ശാന്തമാക്കാനും പഠിക്കണം. സന്യാസി തുടർന്നു, സന്തോഷം കണ്ടെത്താനുള്ള ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നിനക്കുള്ള സമ്പത്തിന്റെ ഒരു പങ്ക് നിന്നേക്കാൾ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക. അവരുടെ സന്തോഷം കാണുമ്പോൾ നിന്റെ ഹൃദയത്തിലും സന്തോഷം നിറയും. ഗോവിന്ദന് സന്യാസിയുടെ വാക്കുകൾ ആദ്യം അത്ര എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ വാക്കുകളിൽ എന്തോ ഒരു സത്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. സന്യാസി പോയതിനു ശേഷവും ഗോവിന്ദൻ ആ വാക്കുകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. തനിക്കുള്ള വലിയ വീടും വിലകൂടിയ വസ്ത്രങ്ങളും സ്വർണ്ണ നാണയങ്ങളും അയാൾ ഓർത്തു. ഇതൊന്നും തനിക്ക് ഉണ്മயான സന്തോഷം നൽകുന്നില്ല എന്ന് അയാൾക്ക് പതിയെ ബോധ്യമായി. അന്നുമുതൽ ഗോവിന്ദന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. തന്റെ സമ്പാദ്യത്തിന്റെ ഒരു നല്ല പങ്ക് പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കാനായി അയാൾ നീക്കിവെച്ചു. അന്നദാനം നടത്തിയും വസ്ത്രങ്ങൾ നൽകിയും അയാൾ അവരെ സന്തോഷിപ്പിച്ചു. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിയപ്പോൾ, അവരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ ഗോവിന്ദന്റെ ഹൃദയത്തിലും ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞു. പതിയെ ഗോവിന്ദന്റെ മനസ്സിലെ അസ്വസ്ഥതകൾ ഇല്ലാതായി. കൂടുതൽ സമ്പാദിക്കാനുള്ള ആർത്തി കുറഞ്ഞു. തനിക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അയാൾ പഠിച്ചു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം പണത്തേക്കാളും വലുതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ പണം മാത്രം ലക്ഷ്യമാക്കി ജീവിച്ച ഗോവിന്ദൻ സ്നേഹവും ദയയും പങ്കുവച്ച് സന്തോഷം കണ്ടെത്താൻ പഠിച്ച ഒരു നല്ല മനുഷ്യനായി മാറി. കാലക്രമേണ അദ്ദേഹത്തിന്റെ പ്രശസ്തി നഗരം മുഴുവൻ പരന്നു. ധനികനായ വ്യാപാരി എന്നതിലുപരി ദാനശീലനായ നല്ലൊരു വ്യക്തിയെന്ന നിലയിൽ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഉണ്മயான സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. അമിതമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നത്.